ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിന്. അറേബ്യൻ പുഡിങ്, ബ്രെഡ് വിത്ത് കസ്റ്റാർഡ് പുഡിംഗ് എന്നും പറയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പോട്ടിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കാൻ വെക്കുക. ആ ടൈം കൊണ്ട് നമുക്കൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ആ പാലില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കട്ടൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യണം. അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഈ പാലൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഒഴിക്കുക. ഈ മധുരം നമ്മളെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം അളവിലാണ് മധുരം ഇടുന്നത്. ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കിയ കസ്റ്റാർഡ് മിക്സ് ഇല്ലേ അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ ഇത് ഒഴിച്ച പാടന്നെ പെട്ടെന്ന് തന്നെ ഇളക്കാനും വേണ്ടി നോക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. എന്നിട്ട് ഇത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് തിക്കാവുന്ന വരെ ഇളക്കണം. അങ്ങനെ നമ്മളെ കസ്റ്റാർഡ് മിക്സ് റെഡിയായിന്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു പുഡിംഗ് ട്രേ എടുത്തിന്. ഇതൊരു മീഡിയം സൈസുള്ള പുഡിംഗ് ട്രേ ആണ്. എന്നിട്ട് നമ്മൾ ബ്രെഡില്ലേ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ. ഇതിങ്ങനെ ഫസ്റ്റ് ലെയർ പോലെ അടിയിലിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കസ്റ്റാർഡ് മിക്സില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. ചെറിയൊരു ലെയറായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ബദാം, കാഷ്യൂനട്ട്സ് നമ്മളെ അടുത്ത് എന്താണ് അവൈലബിൾ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ സെക്കൻഡ് ലെയറായിട്ട് ബ്രെഡ് നേരത്തെ വെച്ച പോലെ തന്നെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കസ്റ്റാർഡ് മിക്സും നട്ട്സും ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തില്ല അതേപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുക. ഇങ്ങനെ ലെയറാക്കി വെക്കുന്നതെല്ലാം ഓരോരുത്തരുടെ ചോയ്സ് പോലെ. ഞാനിപ്പോൾ 2 ലെയർ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ലെയർ മതിയെങ്കിൽ ഫസ്റ്റ് ബ്രെഡിൻ്റെ ലെയർ വെച്ചിട്ട് ആ ഫുൾ കസ്റ്റാർഡ് മിക്സിൽ അത് ഫുൾ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ നട്ട്സ് ഇട്ടാലും മതി. ഞാനിപ്പോൾ 2 ലെയറായിട്ട് ചെയ്യുന്നതാണ്. നട്ട്സ് ഇട്ടതിന് ശേഷം ഞാൻ എന്താ കുറച്ച് ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഡെക്കറേഷനെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ ഞാനിത് ഓവർനൈറ്റ് ഫുള്ള് വെച്ചിന്. നമ്മളെ പുഡിങ് നല്ലോണം സെറ്റായി വന്നിന്. അതിനിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് വലിയ പീസാണ് കട്ട് ചെയ്യുന്നത്, വീഡിയോക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ്. ഇനി ഒരു ബോൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക. അതിൽ മധുരത്തിന് ആവശ്യമുള്ള 1 ടേബിൾ സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ കണ്ടൻസ്ഡ് മിൽക്ക്. മധുരം ഓവർ ആവണ്ട. അങ്ങനെ ഇതൊന്ന് മിക്സ് ആക്കി വെക്കുക. ഇത് നല്ല ലൂസിലാണ് വേണ്ടത്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി.
ഇനി ഫ്രഷ് ക്രീം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പീസില്ലേ, പുഡിങ്ങിൻ്റെ പീസ്, ആ പീസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. മേലേൽ കുറച്ച് ഒഴിച്ചാൽ മതി, ജസ്റ്റ് ആ ഒന്ന് കവർ ചെയ്യണം, അത്രയേ വേണ്ടൂ. ഈ ഫ്രഷ് ക്രീം കൂട്ടിയിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇത് വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഫ്രഷ് ക്രീം ഇല്ലേ, അത് ഫുള്ള് ആ പുഡിങ് ട്രേൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ പീസ് എടുത്തിട്ട് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ പുഡിങ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്, എന്തായാലും ഉണ്ടാക്കുക. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. ഇനിയും നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ, ബൈ.